അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് റാഹത്തല്ലേ? അല്ലാഹു തആല നല്ല സന്തോഷം റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൻ്റെ രണ്ടാം പാഠമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ളാദ് എന്നുള്ള അക്ഷരമാണ് പുതിയതായി നമ്മൾ പഠിക്കാൻ പോകുന്നതായ അക്ഷരം. ഇവിടെയുള്ളതായ ളാദ് എന്നുള്ള അക്ഷരം നമ്മൾ നേരത്തെ സ്വാദ് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കിതാബില് ഒന്നാം ഭാഗത്തില് ആ സ്വാദിനിക്ക് മുകളിൽ ഒരു പുള്ളിയാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടില്ലേ നിങ്ങള്? ഇതിന്റെ പേരാണ് ളാദ് എന്നുള്ള അക്ഷരം. ഇവിടെ നിങ്ങളൊരു വെളിച്ചം കാണുന്നുണ്ടോ? ലൈറ്റ് അല്ലേ? ഈ ലൈറ്റിന് അറബിയിൽ പറയുന്ന പേരാണ് ലൗഹ് എന്നുള്ളത്. ലൗഹ് എന്താ പറയാ? ലൗഹ്. ളാദിനിക്ക് ഫത്ഹ് കൊടുത്താൽ ള, റ്, ബുൻ, ലർബുൻ, ലു, റൂബുൻ, ലുറൂബുൻ, ഖ, ലി, റുൻ, ഖലിറുൻ, ഖു, ല്, റുൻ, ഖുൽറുൻ, റ, ബ്, ലുൻ, റബ്ലുൻ, ആ, റ്, ലുൻ, അർലുൻ, ല, ലു, ലി, ലുൻ, നുൽ. ളാദ്, ളാദ്. ഇതിലുള്ളതായ ചുവന്ന അക്ഷരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ല, ലു, ലി, ല്, ലുൻ, ലുൻ. ഓക്കെ അല്ലേ? അപ്പൊ ളാദ് എന്നുള്ളതായ അക്ഷരമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. ഇത് നല്ല കൂടുതലായി ആവർത്തിച്ച് വായിക്കാം. നെക്സ്റ്റ് പേജ് നഖറ വായിക്കുക. ഖലിറുൻ, ഖലിറുൻ, ലർബുൻ, ലർബുൻ, അർലുൻ, അർലുൻ, റിബ്ലുൻ, റിബ്ലുൻ, അലുറു, അലുറു, ലബുൻ, ലബുൻ. നക്തശിഫു ളാദ് മിനൽ ഖുർആൻ. ഖുർആനിൽ ളാദ് കണ്ടെത്തുക. റാളിയതം മർദിയ. ഇവിടെ ഒരു ദിയുണ്ട്, ഇവിടെ ഒരു ദിയുണ്ട്, രണ്ട് ളാദാണ്. വഇനബൻ വഖൽബ. രണ്ടാമത്തെ പദത്തിലാണ് ളാദുള്ളത്. അറളഹും അലൽ മലായികതി. അറള ളാദ്. വഅഖബല ബഅദുഹും. ലു എന്നുള്ളതാണ്. ഇങ്ങനെ ളാദിനേക്കല്ലേ നമ്മൾ റൗണ്ട് ഇട്ട് കൊടുക്കാം. നളഉ ദായിറതൻ അലാ ളാദ്. ളാദ് എന്നതിന് മേലെ റൗണ്ട് ഇട്ട് കൊടുക്കണം. മരീദുൻ, ബസ്വലുൻ. മരീദുൻ എന്നതിൽ അവസാനത്തെ ളാദാണ്. ബസൽ എന്നതിൽ എവിടെ ളാദുള്ളത്? എവിടെ ളാദിലേത് സ്വാദാണ്. ലിർസുൻ തുടക്കത്തിലുള്ള ളാദാണ്. ഫളുലുൻ രണ്ടാമത്തെ അക്ഷരമാണ് ളാദ് എന്നുള്ളത്. നെക്സ്റ്റ് പേജ് നോക്കാം. ഇതിൽ കുറച്ച് എഴുതിയിട്ടുണ്ടാവും, അതിൽ ചില പിഴവുകളെല്ലാം ഉണ്ട്, അത് ശ്രദ്ധിക്കണം. നിങ്ങളെ കിതാബിൽ നല്ല വൃത്തിയിലായിട്ട് എഴുതാം. എനിക്കിപ്പോൾ പെട്ടെന്ന് വേറൊരു കിതാബ് കിട്ടാത്തതുകൊണ്ട് ഇത് നോക്കിയിട്ട് ഞാൻ ക്ലാസ് എടുത്താണ്. നുറക്കിബ് ചേർത്തി എഴുതുക. ലുരിബത്ത്, ലുരിബത്ത് എന്ന് പറയുമ്പോൾ ഈ രണ്ടക്ഷരങ്ങൾ ലുരി ജോയിന്റ് ചെയ്ത് എഴുതാം. ബത്ത് അത് രണ്ടക്ഷരം ജോയിന്റ് ചെയ്യാം. ആ രീതിയിലാണ് നമ്മൾ ജോയിന്റ് ചെയ്യേണ്ടത്. റായിനെ ബായിലേക്ക് ജോയിന്റ് ചെയ്യാൻ പറ്റൂല, അതുകൊണ്ട് ളാദും റാവും ജോയിന്റ്, ബാഗ് താഴ് രണ്ടും ജോയിന്റ് ആക്കി എഴുതാം. തഹ്ലുറു എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള 4 അക്ഷരം ജോയിന്റ് ആക്കാൻ പറ്റും.
താ എന്നതിനെ ഹായിൻ്റെ അടിഭാഗത്തേക്ക് ടച്ച് ചെയ്യുക. ഹായ് എന്നതിനെ ലോദിലേക്കും ലോദ് എന്നതിനെ റായിലേക്കും നമ്മൾ ടച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ജോയിന്റ് ചെയ്തിട്ട് എഴുതേണ്ടതാണ്, ചേർത്ത് എഴുതേണ്ടതാണ്. നക്തുബു വായിക്കുക, ലുറൂബൻ നക്തുബു എഴുതുക, ലുറൂബൻ ഹാദിറുൻ തദ്രിബു അർളുൻ. ഇത് താഴെ ഭാഗത്ത് നിന്ന് നല്ല വൃത്തിയായി എഴുതണം. ഇതിലുള്ളത് പോലെയല്ല, നിങ്ങൾ ഇതിൽ കാണിക്കുന്നതായ രീതിയിലാണ് എഴുതേണ്ടത്. നല്ല വൃത്തിയിലായി ഇൻഷാ അല്ലാഹ് കുട്ടികൾ എഴുതേണ്ടതാണ്. നഖ്റഉ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് വായിക്കുക. ഖുൽറൻ ഖുൽറൻ, അഹ്ലറത് അഹ്ലറത്, ലുരിബത് ലുരിബത്, ഹാദിരി ഹാദിരി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ പാഠങ്ങൾ നല്ല വൃത്തിയായി കൂടുതൽ വായിക്കുകയും നല്ല ഭംഗിയോടുകൂടി എഴുതുകയും ചെയ്യണം. അല്ലാഹു തആല നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.